Hello, welcome back to Karma Academy. This is Kaveri. So, നമ്മൾ RRB NTPC QA PYQ സീരീസിലെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ്. സോ once again വെൽക്കം. നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് 14 സെന്റിമീറ്റർ ടേക്ക് പൈ ഈസ് ഈക്വൽ ടു 22/7. സോ സർഫസ് ഏരിയ കാണാനാണ് ഒരു സ്പിയറിന്റെ. നമുക്കറിയാം സർഫസ് ഏരിയ, സ്പിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 4πr² ആണല്ലേ. സോ ഇവിടെ പൈ ഈസ് ഈക്വൽ ടു 22/7 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 4 ഇൻറ്റു പൈക്ക് പകരം 22/7, r 14 ആണെന്ന് തന്നിട്ടുണ്ട്. സോ r² 14 ഇൻറ്റു 14. 7ഉം 14 കട്ട് ചെയ്യുമ്പോൾ 2. സോ ഈ 4ഉം 22ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 88 ഇൻറ്റു 2 ഇൻറ്റു 14 28. സോ എത്ര വരും? 8 8 64, 6 24 64 2464 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഇവിടെ എല്ലാ ഓപ്ഷനിൽ സ്ക്വയർ ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹിതേഷ് ഈസ് 3 times as old as his son and his daughter is 3 years younger than the son. If the sum of the ages of 3 people 3 years ago was 123 years, then Hidesh's present age അല്ലേ. സോ ഇവിടെ 3 ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഹിതേഷ് ഡോട്ടർ ആൻഡ് ഹിതേഷ് സൺ. സോ നമുക്ക് ഹിതേഷിന്റെ പ്രസന്റ് ഏജിനെ എച്ച് എന്ന് സൂചിപ്പിക്കാം. സോ നമ്മൾ എച്ച് എന്ന് കൊടുത്തിരിക്കുന്നത് ഹിതേഷിന്റെ പ്രസന്റ് ഏജ് ആണ്. പിന്നെ അതുപോലെ ആരുണ്ട്? ഹിതേഷിന്റെ സൺ ഉണ്ട്. സണ്ണിനെ നമുക്ക് എസ് എന്ന് എടുക്കാം. സണ്ണിന്റെ പ്രസന്റേജ് ആണ് നമ്മൾ എസ് എന്ന് കൊടുത്തേക്കുന്നത്. അതുപോലെ ഹിതേഷ് ഡോട്ടർ, അതിന് നമുക്ക് ഡി എന്ന് എടുക്കാം. ഡോട്ടറിന്റെ പ്രസന്റേജ് ആണ് നമ്മൾ ഡി എന്ന് എടുത്തേക്കുന്നത്. സോ എന്താണ്? ഹിതേഷ് ഈസ് 3 times as old as his son അല്ലേ. എന്താണ് ഹിതേഷ് എന്ന് പറയുന്നത്? അയാളുടെ മകന്റെ പ്രായത്തേക്കാൾ 3 ഇരട്ടി പ്രായമുണ്ട് ഹിതേഷിന്. സോ നമുക്ക് എച്ച് is equal to 3D എന്ന് കൊടുക്കാമല്ലോ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിസ് ഡോട്ടർ ഈസ് 3 years younger than the son എന്നാണ്. ഡോട്ടർ എന്ന് പറയുന്നത് ഇവിടെ സൺ ആണ്. ഹിതേഷിന്റെ ഏജ് സണ്ണിന്റെ ഏജിനേക്കാൾ 3 ഇരട്ടി കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോട്ടർ എന്ന് പറയുന്നത് സണ്ണിനേക്കാൾ 3 വയസ്സ് പ്രായം കുറവാണ്. സോ ഡോട്ടർ ഈസ് ഈക്വൽ ടു സണ്ണിനേക്കാൾ 3 വയസ്സ് കുറവ്. സോ നമുക്ക് ഡി ഈസ് ഈക്വൽ ടു S-3 എന്ന് എഴുതാലോ. ഓക്കെ, ഇഫ് ദ സം ഓഫ് ദ ഏജസ് ഓഫ് 3 people 3 years ago was 123, അതായത് ഹിതേഷിന്റെ മകന്റെയും മകളുടെയും 3 വർഷം മുന്നേയുള്ള ഏജിന്റെ സമ്മ് 123 years ആണ്. നമുക്കറിയാം ഹിതേഷിന്റെ ഇപ്പോഴത്തെ പ്രായം നമ്മൾ എച്ച് എന്നാണ് എടുത്തിരിക്കുന്നത്. സോ 3 വർഷം മുന്നേ H-3 ആണ് പ്രായം. സണ്ണിൻ്റെത് S-3, ഡോട്ടറിൻ്റെത് D-3. ഈ 3 പ്രായവും സം എത്രയാണ്? 123 ആണ്. സോ നമുക്കിത് എങ്ങനെ എഴുതാം? H പ്ലസ് എസ് പ്ലസ് ഡി -3 എത്ര വരും? -9 ഈക്വൽ ടു 123 ആണ്. സോ എച്ച് പ്ലസ് എസ് പ്ലസ് ഡി എന്ന് പറയുന്നത് 123 പ്ലസ് 9 132 അല്ലേ. സോ ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഹിതേഷിന്റെ പ്രസന്റ് ഏജ് ആണ് കാണേണ്ടത്. സോ ഹിതേഷ് അതുപോലെ കൊടുക്കുക. ഇനി സൺ എന്താ? സൺ എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് 3 years ആണ് അല്ലേ. സോ എസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ എഴുതാം? ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എസ് എന്ന് പറയുന്നത് H/3 എന്ന് എടുക്കാം. എടുത്തൂടെ? അതുപോലെ ഡോട്ടർ എന്ന് പറയുന്നത് S-3 ആണ്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? ഡോട്ടർ എസിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എസ് എന്ന് പറയുന്നത് H/3 ആണ് അല്ലേ. സോ H/3 -3 എന്ന് എഴുതാം അല്ലേ. അതായത് H-9/3 എന്ന് എഴുതാം ഡോട്ടറിന്റെ ഏജ്. സോ H-9/3 ഇതെല്ലാത്തിന്റെയും കൂടെ സമ്മാണ് 132 എന്ന് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് എത്ര വരും? 5
എച്ച് മൈനസ് 9/3 എന്ന് പറയുന്നത് 132 ആണ്. സോ 5h എന്ന് പറയുന്നത് 132 ഇൻറ്റു 3 പ്ലസ് 9 അത് എത്ര വരും? സോ h എന്ന് പറയുന്നത് 405/5 അത് എത്രയാണ്? 81 എന്നാണ് വരിക. സോ ഹിതേഷിന്റെ ഇപ്പോഴത്തെ പ്രായം 81. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ഈസ് 324 centimeter square. The perpendiculars from the vertices B and D to the diagonal AC are 12 centimeter and 50 centimeter respectively. Determine the length of the diagonal AC. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്വാഡ്രിലാറ്റർ ഉണ്ട് ABCD എന്ന് പറയുന്നത്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 324 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ അതിന്റെ ബിയും ഡിയും എന്ന് പറയുന്ന വെർട്ടിസസിൽ നിന്ന് AC എന്ന് പറയുന്ന ഡയഗണലിലേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലാസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 സെന്റിമീറ്ററും 15 സെന്റിമീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡയഗണൽ ACയുടെ ലെങ്ത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ എല്ലാവരും നോക്കിക്കേ, ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്റർ ഉണ്ട് അല്ലേ? സോ ഇതാണ് നമ്മുടെ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്റർ. ഇതിലെന്തുണ്ട്? AC എന്ന് പറയുന്ന ഒരു ഡയഗണലിലേക്ക്, സോ AC എന്ന് പറയുന്ന ഒരു ഡയഗണൽ ഉണ്ട്. സോറി, വരച്ചപ്പോൾ ചെറുതായിട്ടൊന്നും തെറ്റിപ്പോയി, എല്ലാവരും ക്ഷമിക്കുക. സോ AC എന്ന് പറയുന്നൊരു ഡയഗണൽ ഉണ്ട്. AC എന്ന് പറയുന്ന ഡയഗണലിലേക്ക് ബിയിൽ നിന്നും ഡിയിൽ നിന്നും പെർപെൻഡിക്കുലാർസ് വരച്ചിട്ടുണ്ട് അല്ലേ? സോ ബിയിൽ നിന്ന് ACയിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലാർ വരയ്ക്കുവാണ്. അതുപോലെ തന്നെ ഡിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പെർപെൻഡിക്കുലാർ വരയ്ക്കുവാണ്. ഈ പെർപെൻഡിക്കുലാറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 12 സെന്റിമീറ്ററും 15 സെന്റിമീറ്ററും ആണ്. അങ്ങനെയാണെങ്കിൽ AC എന്ന് പറയുന്ന ഡയഗണൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഒരു പെർപെൻഡിക്കുലാർ, ഒരു ഡയഗണലും അതുപോലെ തന്നെ ആ ഡയഗണലിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടിസസിൽ നിന്ന് വരച്ചിരിക്കുന്ന 2 പെർപെൻഡിക്കുലാറും തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ നമ്മൾ എങ്ങനെയാ കാണുക? A is equal to half into P1 plus P2 into D. ഇവിടെ D എത്രയാണ്? ഇവിടെ D എന്ന് പറയുന്നത് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. AC. P1 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. P2 എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് D ആണ്. സോ A നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര? 324 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഇതിൽ നിന്ന് നമുക്ക് D കണ്ടുപിടിക്കാലോ. എങ്ങനെയാ? A is equal to 324 സെന്റിമീറ്റർ സ്ക്വയർ. സോ 324 is equal to 1/2. P1 plus P2 ന് പകരം നമ്മൾ എന്ത് കൊടുക്കും? 12ഉം 15ഉം കൊടുക്കും ഇൻറ്റു D. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് D കിട്ടുമല്ലോ. സോ 324 ഈക്വൽ ടു 12 പ്ലസ് 15 എത്രയാണ്? 27 ആണ്. സോ D is equal to 324 into 2/27. എത്ര വരും? സോ നമുക്ക് D എന്ന് പറയുന്നത് 24 എന്ന് വരും. സോ AC എന്ന് പറയുന്നത്, ഡയഗണൽ എന്ന് പറയുന്നത് എത്രയാണ്? 24 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the fourth proportional to P, 4 and 3 is 6, find the value of P. അതായത് 3 നമ്പേഴ്സ് ഉണ്ട്, P, 4 and 3. ഈ 3 നമ്പേഴ്സിന്റെ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. സോ ഫോർത്ത് പ്രൊപ്പോർഷണൽ ഇക്വേഷൻ എന്താണ്? ABC എന്ന് പറയുന്ന 3 നമ്പേഴ്സിന്റെ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്
എങ്ങനെയാണ് നമുക്ക് കിട്ടുക? BC/A അല്ലേ? ഇവിടെ B ആരാണ്? B എന്ന് പറയുന്നത് 4 ആണ്. C എന്ന് പറയുന്നത് 3 ആണ്. സോ 4 × 3/A എത്രയാണ്? P ആണല്ലേ? P. 4th പ്രൊപ്പോർഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 6 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് P ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 12 = 6P എന്ന് വരും. P = 12/6 2. സോ Pയുടെ വാല്യൂ എത്രയാണ്? 2. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 120 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 1/40? 1/20 1/40യുടെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇത് എങ്ങനെ കാണും? നമുക്ക് ഏതാണ് ഏതിന്റെ എത്ര പെർസെൻറ്റേജ് എന്ന് കാണേണ്ടത്? 1/20 ആണ് 1/40യുടെ എത്ര പെർസെൻറ്റേജ് എന്ന് കാണാനുള്ളത്. സോ ഇവിടെ ബേസ് ആരാണ്? ബേസ് എന്ന് പറയുന്നത് ഏതിനെ വെച്ചിട്ടാണ് നമ്മൾ 1/20 എത്ര പെർസെൻറ്റേജ് ആണ് നോക്കാൻ പോകുന്നത്? 1/40 വെച്ചിട്ടാണ് അല്ലേ? സോ ബേസ് എന്ന് പറയുന്നത് 1/14 ആണ്. സോറി 1/40 ആണ്. ഇനി ഏതാണ് എത്ര പെർസെൻറ്റേജ് എന്ന് കാണാൻ പോകുന്നത്? 1/20. സോ നമ്മൾ അത് എങ്ങനെയാ കാണുക? ഏതിന്റെയാണോ പെർസെൻറ്റേജ് കാണേണ്ടത് അത് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ എന്തിന്റെ ബേസിലാണ് അതിന്റെ പെർസെൻറ്റേജ് തീരുമാനിക്കുന്നത്? ബേസ് അത് ഡിനോമിനേറ്ററിലും കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു 100. ഓക്കെ, 1/20/1/40 ഇൻറ്റു 100. നമുക്കറിയാം ഇത് രണ്ടും ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്യാം. സോ 1/20 ഇൻറ്റു 1/40യുടെ റെസിപ്രോക്കൽ 40/1 ഇൻറ്റു 100. 20യും 40യും കൂടെ കട്ട് ചെയ്യുമ്പോൾ 2 നമുക്ക് 200% എന്ന് വരും. അതായത് 1/20 1/40യുടെ 200% ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A shopkeeper purchases 83 dozens of articles at the rate of ₹560 per dozen. He sold each one of them at the rate of ₹49. What percentage profit did he make? സോ ഒരു ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു? 83 ഡസൻസ് അല്ലേ? 83 ഡസൻസ് ആർട്ടിക്കിൾസ് മേടിച്ചു. ഒരു ഡസന് എത്ര രൂപയാണ്? 560 പെർ ഡസൻ. ഒരു ഡസന് 560 വെച്ചിട്ട് 83 ഡസൻ മേടിച്ചു. ഈ സോൾഡ് ഈച്ച് വൺ ഓഫ് ദം അറ്റ് ദ റേറ്റ് ഓഫ് 49. പക്ഷെ സോൾഡ് ചെയ്തത് എങ്ങനെയാണ്? സെല് ചെയ്തത് ഡസന് വച്ചിട്ടല്ല, ഓരോ ആർട്ടിക്കിളിന് ഇത്ര രൂപ 49 രൂപ വെച്ച് 49 പെർ ആർട്ടിക്കിളിന് വച്ചിട്ടാണ് സെല് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എത്ര പ്രോഫിറ്റ് ആണ് ഷോപ്പ് കീപ്പറിന് ഉണ്ടാക്കാൻ പറ്റിയത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ 83 ഡസൻസിന് ഒരു ഡസന് 560 വെച്ച് കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ഒരു ഡസന് 560 രൂപ വെച്ച് 83 ഡസൻ മേടിച്ചു. സോ 560 × 83 ആണല്ലോ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. എത്ര വരും? 46,480 രൂപ വരും. ഇനി സെല് ചെയ്ത സമയത്ത് ഒരു ആർട്ടിക്കിളിന് 49 രൂപ വെച്ചിട്ടാണ് കൊടുത്തത്. സോ എന്താണ്? എത്ര ആർട്ടിക്കിൾ ഉണ്ട്? 83 ഡസൻ. ഒരു ഡസൻ എന്ന് പറയുന്നത് എത്ര ആർട്ടിക്കിൾ ആണ്? ഒരു ഡസൻ എന്ന് പറയുന്നത് 12 ആർട്ടിക്കിൾ ആണ് അല്ലേ? സോ അങ്ങനെ എത്ര ഡസൻ? 83 ആർട്ടിക്കിൾ. അപ്പൊ ടോട്ടൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 83 × ഒരു ഡസൻ. 83 ഡസൻസ് ഒരു ഡസനിൽ 12 വെച്ചിട്ട് 83 × 12 അത് എത്ര വരും? 996 ആർട്ടിക്കിൾസ് വരും. ഇനി സെല്ലിംഗ് പ്രൈസ് ടോട്ടൽ എത്രയാണ് വരുന്നത്? ഒരു ആർട്ടിക്കിളിന് 49 രൂപ വെച്ചിട്ട് 996 ആർട്ടിക്കിൾസ് കൊടുത്തു. അതാണല്ലോ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 48,804. സോ എത്രയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നാണ് നമുക്ക് കാണേണ്ടത്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്? ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 46,480 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം 48,804 രൂപയ്ക്ക്. അപ്പൊ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 48,804 മൈനസ് 46,480. 2,324 പ്രോഫിറ്റ് എന്ന് പറയുന്നത്.
സോ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഫിറ്റ് 2324 ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 46,480 രൂപയാണ് ഇൻറ്റു 100. ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് എത്ര വരും? 5% എന്ന് വരും. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A 250-meter long train overtakes a man moving at a speed of 7 km/h in 50 seconds. How much time in seconds will this train take to completely cross another 280-meter long train moving in the opposite direction at a speed of 28 km/h? So ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 250 ആണ്. ഇതൊരു സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു മാനിനെ ക്രോസ് ചെയ്യാൻ 50 സെക്കൻഡ്സ് എടുക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണ് ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സോ ഡിസ്റ്റൻസ് ഇവിടെ 250 ആണ്. സ്പീഡ് എന്ന് പറയുന്നത് മാന് മൂവ് ചെയ്യുന്നുണ്ട്, ട്രെയിനും മൂവ് ചെയ്യുന്നുണ്ട്, അത് സെയിം ഡയറക്ഷനിൽ. സോ എന്താണ് ട്രെയിനിന്റെ സ്പീഡ് മൈനസ് മാനിന്റെ സ്പീഡാണ്. അതുപോലെ തന്നെ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്ററിലാണ്, അതുപോലെ ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്സിലാണ്. സോ സ്പീഡിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ആ ടൈമാണ് നമുക്ക് 50 സെക്കൻഡ്സ് എന്ന് തന്നിരിക്കുന്നത്. സോ എന്താണ് 250/15 ഈക്വൽ ടു TS മൈനസ് MS 5/18 എത്രയാണ്? 5 ആണ്. സോ എന്ത് ചെയ്യാം? നമുക്ക് ഈ 5 കൂടെ ക്യാൻസൽ ചെയ്താൽ TS മൈനസ് MS എന്ന് പറയുന്നത് 18 എന്ന് കിട്ടും. സോ TS എന്ന് പറയുന്നത് 18 പ്ലസ് MS ഓൾറെഡി തന്നിട്ടുണ്ട് 7. സോ 25 km/h ആണ് ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ഈ സെയിം ട്രെയിൻ 280 മീറ്റർ ലോങ് ലെങ്ത് ഉള്ള വേറൊരു ട്രെയിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒരു ട്രെയിനെ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നാണ് ചോദ്യം. സോ എന്താണ് വീണ്ടും നമുക്ക് ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമത്തെ ട്രെയിനിന്റെയും രണ്ടാമത്തെ ട്രെയിനിന്റെയും ഡിസ്റ്റൻസ് എടുക്കണം. അതുപോലെ തന്നെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് രണ്ട് ട്രെയിനിന്റെയും സ്പീഡിന്റെ സമ്മാണ്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ടൈം നമുക്ക് കാണാനുള്ളത് സെക്കൻഡ്സിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, സോ T1 പ്ലസ് T2 250. അതുപോലെ തന്നെ ഇവിടെ 280 എത്ര വരും? 530 ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 എന്ന് പറയുന്നത് ഒരാളുടെ സ്പീഡ് 25 km/h, രണ്ടാമത്തെ ആളുടെ സ്പീഡ് 28 തന്നിട്ടുണ്ട്. സോ 53 ആണ് ഇൻറ്റു 5/18. ഓക്കെ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 10 into 18/15 5 എന്ന് വരും. സോ 36 സെക്കൻഡ്സ്. സോ രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. സോ ഇവർ രണ്ടുപേരും ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കും? 36 സെക്കൻഡ്സ് ആണ് സമയം എടുക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Appu spends 45% of his income. If he saves rupees 66,000, then his income is. അതായത് അപ്പുവിന്റെ ഇൻകത്തിന്റെ 45% എന്ത് ചെയ്യുന്നുണ്ട്? സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ സേവ് ചെയ്യുന്നുണ്ട്? 66,000 സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് ഇൻകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇൻകം എന്ന് പറയുന്നത് ഈ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്യുന്നതും സ്പെൻഡ് ചെയ്യുന്നതും. സോ ഇൻകം എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 100% ആണ്. സോ അതിൽ 45% സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സേവ് ചെയ്യുന്നത് ബാക്കി എത്ര പെർസെൻറ്റേജ് ആണ്? 100 മൈനസ് 45, അതായത് 55% ആണ് സേവ് ചെയ്യുന്നത് അല്ലേ? സോ ഈ 55% ആണ് ഇവിടെ 66,000 എന്ന് തന്നിരിക്കുന്നത്. സോ 5% എത്രയാണ്? 55% by 11 ആണ് 5%. സോ നമുക്ക് 5% ആണ് എന്ത് ചെയ്താൽ മതി? 66,000 by 11 ചെയ്താൽ മതി. സോ എത്ര വരും? 6,000 എന്ന് വരും. ഇനി നമുക്ക്
ഇൻകം ആണല്ലോ കാണാനുള്ളത്. ഇൻകം നമുക്ക് 100% ആണെന്നറിയാം. സോ 5% നമ്മൾ 100% എങ്ങനെ കാണും? 5% ഇൻടു 20 ചെയ്താൽ നമുക്ക് 100% കിട്ടും. സോ 5% ആയ 6000ന്റെ കൂടെ 20 ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ആയിട്ടുള്ള 100% കിട്ടും. എത്രയാണ്? 1,20,000. ഓക്കെ. സോ ഇൻകം എന്ന് പറയുന്നത് 1,20,000 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Varun and Ashish together can do a work in 3 days. Varun alone can do it in 7 days. In how many days can Ashish alone do 4 times of this work? സോ എന്താണ്? വരുണും ആശിഷും ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യാൻ 3 ദിവസം എടുക്കും. വരുൺ ഒറ്റയ്ക്കാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 7 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യുന്ന ഈ വർക്കിന്റെ 4 ടൈംസ് ചെയ്യാൻ ആശിഷിന് ഒറ്റയ്ക്ക് എത്ര സമയം വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.